ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവ് വേദി. ലോകകപ്പിൽ ഇന്ത്യയുടെ ഹീറോ ആയ സഞ്ജു സാംസണും ഫൈനലിൽ തകർത്തടിച്ച അഭിഷേക് ശർമ്മയും ഒരുമിച്ചെത്തി. സഞ്ജു മുന്നേ ലോകകപ്പ് നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ആങ്കർ ലോകകപ്പിന്റെ എക്സൈറ്റ്മെന്റ് ആദ്യം ചോദിച്ചത് അഭിഷേകിനോടാണ്. അദ്ദേഹം പറഞ്ഞു തുടങ്ങി, ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയ കാലം മുതലുള്ള ആഗ്രഹം രാജ്യത്തിനു വേണ്ടി കളിക്കുകയെന്നാണ്. പിന്നീട് ആഗ്രഹം വലുതായി രാജ്യത്തിനു വേണ്ടി ഒരു ICC കിരീടം നേടുകയെന്നായി. അതിന് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് ട്രോഫികൾ എനിക്കെൻ്റെ രാജ്യത്തിനു വേണ്ടി നേടണം. അടുത്ത ഊഴം സഞ്ജുവിലേക്കാണ്. ഐസും ഫയറും പോലെയാണ് നിങ്ങൾ ഇറങ്ങുമ്പോൾ തോന്നിച്ചത്. അത് പേഴ്സണാലിറ്റി കൊണ്ടുകൂടിയാണ്. പക്ഷേ ഇത്തവണ ഐസും ഫയറും ഒന്നുമില്ല, ഫുൾ ഫയർ. സഞ്ജു ചിരിച്ചുകൊണ്ട് ഉത്തരം പറയാനൊരുങ്ങി. പക്ഷേ ആദ്യം അദ്ദേഹം സദസ്സിലുണ്ടായിരുന്നവരെ വിഷ് ചെയ്തു. അവിടെ വലിയ കയ്യടി മുഴങ്ങി. ഇന്ത്യ ടുഡേ പങ്കുവച്ച വീഡിയോയിൽ താഴെ വന്ന ഒരു കമന്റ് ഇപ്രകാരമായിരുന്നു: സഞ്ജു ഉത്തരം പറയുന്നതിന് മുൻപേ തന്നെ എല്ലാവർക്കും ആശംസ നേർന്നു. അതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. പിന്നീട് സഞ്ജു ഉത്തരം പറയുന്നുണ്ട്: ഞങ്ങൾ ഐസും ഫയറുമല്ല, ഫയറും ഫയറും തന്നെയാണ്. ചില സമയങ്ങളിൽ അഭിഷേക് തീയായി മാറും, ചിലപ്പോൾ ഞാനായിരിക്കും അത് ചെയ്യുക. ഞങ്ങളുടേത് ആ തരത്തിലുള്ള കോമ്പിനേഷനാണ്. 2024 മുതൽ ഞാനും അഭിഷേകും ഓപ്പണിംഗ് ജോഡികളായി ഒരുമിച്ച് കളിക്കുന്നു. 2024 ലോകകപ്പിന് ശേഷം നടന്ന ഞങ്ങളുടെ കോമ്പിനേഷൻ നന്നായി പോകുന്നുണ്ട്. ഒരു കേരള പഞ്ചാബി സൗഹൃദം പോലെ അതങ്ങനെ നടക്കുന്നു. ഞങ്ങൾ ബാറ്റിംഗിന് ഇറങ്ങിയാൽ കൂടുതൽ ചിന്തിച്ച് കാര്യങ്ങൾ സങ്കീർണമാക്കാറില്ല. അഭിഷേക് വളരെ ധൈര്യമുള്ള, തുറന്ന മനസ്സുള്ളയാളാണ്. കളത്തിലും പുറത്തും അവനുമായുള്ള സൗഹൃദം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, സഞ്ജു പറഞ്ഞു നിർത്തി. അടുത്തത് അഭിഷേകിന്റെ ഊഴമായിരുന്നു. എല്ലാം പഠിക്കാൻ ശ്രമിക്കുന്ന ആളാണ് സഞ്ജു ഭായ്. എന്നോട് സംസാരിക്കുമ്പോൾ പരമാവധി പഞ്ചാബി ഭാഷയിൽ സംസാരിക്കാനാണ് അദ്ദേഹം ശ്രദ്ധിക്കാറ്. ഞങ്ങൾ സംസാരം ആരംഭിക്കുന്നത് ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും, പിന്നെ അത് ഹിന്ദി ആകും. ഞാൻ എന്തെങ്കിലും ഇമോഷണൽ മൂഡിലായാൽ പിന്നെ എനിക്ക് പഞ്ചാബിയെ വരൂ. ആങ്കർ പിന്നെ ഒരു ഫോട്ടോ കാണിച്ചു. ലോകകപ്പ് നേടി അടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് വന്ന ശേഷം സഞ്ജു ഒരു സാധാരണ ചായക്കടയിലിരുന്ന് ചായ കുടിക്കുന്നു. ഒരു ലോക ചാമ്പ്യൻ എന്ന ജാട കാണിക്കുന്നില്ല. സഞ്ജുവിനെ കണ്ട് തിരിച്ചറിഞ്ഞു വന്ന ആൾക്കാർക്കൊപ്പം സെൽഫി എടുക്കുന്നു. അപ്പോൾ ലോകകപ്പ് ജയിച്ച മറ്റു പല താരങ്ങളും ഹോളിഡേ മൂഡിൽ അധികമാരും അറിയാത്ത ലൊക്കേഷനുകളിലായിരുന്നു. സഞ്ജു എങ്ങനെയാണ് ഇങ്ങനെ സിമ്പിളാകുന്നത്? അവിടെയും സഞ്ജു ചിരിച്ചുകൊണ്ട് തന്നെ സിംപ്ലിസിറ്റിയെ കൂളാക്കുന്നുണ്ട്. ഒരു ലൊക്കേഷൻ തപ്പി ഇറങ്ങിയത് തന്നെയായിരുന്നു, പക്ഷേ ഒന്നും കിട്ടിയില്ല. കൈയടിച്ചുകൊണ്ടാണ് സഞ്ജുവിൻ്റെ ഉത്തരം ഏവരും സ്വീകരിച്ചത്. സ്വപ്നം യാഥാർത്ഥ്യമായ നിമിഷമായിരുന്നു ഇത്. എനിക്ക് ആദ്യം എൻ്റെ രക്ഷിതാക്കളെ കാണണമെന്ന് തോന്നി. അതിനുശേഷം ആദ്യം മുതൽ ഒരുമിച്ച് കളിച്ച സുഹൃത്തുക്കളെ കാണണമെന്നും തോന്നി. നേരെ കാറെടുത്ത് കോഴിക്കോട് വരെ പോയി. എല്ലാവരെയും കണ്ടു. സിനിമാ കഥകളെ വെല്ലുന്ന തിരിച്ചുവരവിനെക്കുറിച്ചും കരിയറിലെ മോശം സമയം അതിജീവിച്ചതും സഞ്ജു പറയുന്നുണ്ട്. ന്യൂസിലൻഡ് സീരീസിന് ശേഷം കാര്യങ്ങൾ വളരെ കടുപ്പമായിരുന്നു. എനിക്കെന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഞാൻ. ന്യൂസിലൻഡ് സീരീസ് എനിക്ക് ശരിക്കും ഇന്ധനം നൽകി. എൻ്റെ സ്വപ്നങ്ങൾ അവസാനിച്ചുവെന്ന് തോന്നിയിരുന്നു ആ സമയത്ത്. പിന്നീട് 11-ൽ പോലും ഇല്ല എന്നറിഞ്ഞപ്പോൾ തകർന്നു പോയി. അവിടെ നിന്നാണ് ഞാൻ തിരിച്ചു വന്നത്, കോൺഫിഡൻ്റ് ആയത്. പിന്നീട് ടീമിന് വേണ്ടി മാക്സിമം സ്കോർ ചെയ്യാനാണ് ശ്രമിച്ചത്. 3 സെഞ്ചുറികൾ വരെ നേടാമായിരുന്ന സാഹചര്യം ആങ്കർ ഓർമ്മിപ്പിച്ചപ്പോൾ പേഴ്സണൽ മൈൽ സ്റ്റോണിനെ കുറിച്ച് ചിന്തിക്കാതിരുന്നതും സഞ്ജു വെളിപ്പെടുത്തി. ശ്രീലങ്കൻ സീരീസ് മുതൽ സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും പറയുന്ന കാര്യങ്ങൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി കളിക്കരുതെന്നാണ്. ടീമാണ് വലുത്. ഇൻഡിവിജ്വൽ റെക്കോർഡ് നോക്കാതെ ടീമായി കളിച്ചാൽ ഒരുപാട് കിരീടങ്ങൾ നേടാനാകും. ഒപ്പം ലോകത്തെ നാനാഭാഗത്തു നിന്നും സഞ്ജുവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞു വെക്കുന്നുണ്ട്. കേരളത്തിലായാലും ദുബായിലായാലും ന്യൂസിലൻഡിലായാലും വെസ്റ്റ് ഇൻഡീസിലായാലും സഞ്ജു ഫാൻസ് ആർമി ഉണ്ടാകും. ഒരിക്കൽ വെസ്റ്റ് ഇൻഡീസിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കെ സഞ്ജു ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ജാസി ഗിഫ്റ്റിൻ്റെ പാട്ട് വെച്ചതുപോലും സഞ്ജു ആവേശത്തോടെ ഓർത്തു. അതേസമയം ലോകകപ്പിനിടെ നടന്നൊരു സംഭവം ആ വേദിയിൽ വെച്ച് സഞ്ജു വെളിപ്പെടുത്തിയിട്ടുണ്ട്. USA-ക്കെതിരായ ആദ്യ മത്സരത്തിന് മുമ്പ് കടുത്ത പനിയായിരുന്നു അഭിഷേകിന്. ഡ്രസ്സിംഗ് റൂമിൽ പോലും ജാക്കറ്റും മറ്റുമൊക്കെ ധരിച്ചാണ് അഭിഷേക് നിന്നത്. കളിക്കാൻ പറ്റില്ല എന്ന് എല്ലാവരും ഉറപ്പിച്ചു. മെഡിസിൻ എടുത്താണ് അന്ന് ബാറ്റിങ്ങിനിറങ്ങിയതെന്ന് അഭിഷേക് പിന്നെ പറഞ്ഞു. ലോകകപ്പിലെ ആദ്യ മത്സരം, അതും വാങ്കഡയിൽ, അതെന്തായാലും കളിക്കണമെന്ന് തോന്നി, അഭിഷേക് കൂട്ടിച്ചേർത്തു. അതിനുശേഷം നടന്ന നമീബിയക്കെതിരായ മത്സരത്തിൽ അഭിഷേക് വിശ്രമത്തിലായിരുന്നു. ആ മത്സരത്തിലാണ് സഞ്ജു ലോകകപ്പിൽ ആദ്യമായി കളിക്കാനിറങ്ങിയതും. 2020-ൽ മാത്രം ഒതുങ്ങാതെ അടുത്ത വർഷം നടക്കുന്ന ഏകദിന ലോകകപ്പിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ചോദിക്കുമ്പോൾ അഭിഷേക് പറയുന്നത് ഇങ്ങനെയാണ്: ഏകദിന ലോകകപ്പിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഏതൊരു താരത്തെയും പോലെ എല്ലാ ഫോർമാറ്റും കളിക്കാൻ ആഗ്രഹമുണ്ട്. എന്താണോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്, ഈ പ്രോസസ്സ് ഏറ്റവും നന്നായി ചെയ്യുക എന്ന് മാത്രമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഒപ്പം സഞ്ജുവിനെ കുറിച്ചുള്ള ചോദ്യത്തിന് സഞ്ജുഭായ് വളരെ കെയറിംഗ് ആണ്. സഞ്ജുവിനെ പോലൊരാൾ ടീമിലുണ്ടാകുമ്പോൾ നമുക്ക് പിന്നിൽ ആരോ ഉണ്ടെന്നൊരു ധൈര്യം വരുമെന്നും അഭിഷേക് പറഞ്ഞു. അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത്. സഞ്ജു ഉള്ളപ്പോൾ ഇനി ഏത് മത്സരവും നമ്മൾ ജയിക്കുമെന്നൊരു തോന്നൽ ഉണ്ടാകും. അത് അഹങ്കാരമല്ല,
സീറോയിൽ നിന്ന് ഹീറോ ആയ ഒരാൾ നൽകുന്ന പ്രതീക്ഷയാണ്.